സ്നേഹത്തിൻ്റെ അർത്ഥം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. സദൃശവാക്യം 13:24 ഇങ്ങനെ പറയുന്നു: വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. കുട്ടികൾക്ക് എല്ലാം അനുവദിക്കുന്നതും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നതുമാണ് സ്നേഹമെന്ന ധാരണ എന്നത് വ്യാപകമാകുന്നുണ്ട്. എന്നാൽ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം കുട്ടിയെ ഉത്തരവാദിത്തങ്ങളില്ലാത്ത ജീവിതത്തിലേക്കാണ് നയിക്കുന്നത്. മക്കൾ വിഷമിക്കരുതെന്ന് ചിന്തിച്ച് തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് സ്നേഹമല്ല, മറിച്ച് അവരുടെ ഭാവിയെ നശിപ്പിക്കുന്ന സമീപനമാണ്. ശിക്ഷ എന്നത് വടിയെടുത്ത് അടിക്കുക മാത്രമല്ല, നല്ല ഉപദേശം കൊടുക്കുക, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, നിയന്ത്രണങ്ങൾ പഠിപ്പിക്കുക, ശരിയും തെറ്റും തിരിച്ചറിയാൻ സഹായിക്കുക, ഇവയൊക്കെയാണ്. ഒരു തോട്ടക്കാരൻ ചെടിയുടെ അനാവശ്യ ശാഖകൾ മുറിച്ചു മാറ്റുമ്പോൾ അത് ഭംഗിയായി വളരുന്നത് പോലെ ബാല്യത്തിൽ തന്നെ തെറ്റുകൾ തിരുത്തപ്പെടുമ്പോഴാണ് ഒരു നല്ല മനുഷ്യൻ രൂപം കൊള്ളുന്നത്. മക്കൾക്ക് ശിക്ഷ വേദനയായി തോന്നിയാലും പിതാവിൻ്റെ ശാസനയുടെ പിന്നിൽ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയവും കരുതലുമുണ്ട്. കര കവിഞ്ഞൊഴുകുന്നൊരു നദി നാശം വിതയ്ക്കുന്നത് പോലെ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം മനുഷ്യനെ വഴിതെറ്റിക്കും. നിയന്ത്രണങ്ങളില്ലാത്ത ജീവിതം പലപ്പോഴും തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. അതെ, സ്നേഹത്തോടു കൂടിയ ശാസന മക്കളെ വിനയവും വിവേകവും നിറഞ്ഞവരായി രൂപാന്തരപ്പെടുത്തും എന്നതിന് സംശയമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.